ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം. അറിവിലിരുന്ന് അപരത്വമാർന്നിടാതെ അറിവിനെയിങ്ങറിയുന്നതെന്നിയേതാൻ പരവശനായി അറിവിയില പണ്ഡിതൻ തൻ പരമരഹസ്യമിതാരു പാർത്തിടുന്നു. ആത്മാന്വേഷണത്തിന്റെ പാത അതീവ സൂക്ഷ്മമാണ്. ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ ആ ജ്ഞാനത്തിലേക്ക് എത്തൂ. അതിനാദ്യം മറികടക്കേണ്ടത് അവനവൻ കടമ്പയെയാണ്. ഞാനെന്ന് കരുതുന്ന എന്നെ ഉപേക്ഷിച്ച് ശരിയായ ഞാനാകുന്നതാണ് ആത്മസാക്ഷാത്കാരം. അതുവരെ ഞാൻ വേറെ സത്ത വേറെ എന്ന് തോന്നിക്കൊണ്ടിരിക്കും. സാധാരണ മനുഷ്യർക്ക് അറിവ് നേടുന്നയാളും അറിവും രണ്ടാണ്. പല വിധത്തിലുള്ള അറിവുകൾ നേടി ആത്മസത്ത താൻ തന്നെയാണെന്ന് അറിഞ്ഞാലും താൻ ആ അറിവാണെന്ന അനുഭവം ഉണ്ടാകുന്നില്ല. അറിവിലിരിക്കുമ്പോഴും അപരത്വമാർന്നിരിക്കുന്നു. അതായത് അറിവിൽ നിന്ന് അന്യമായിരിക്കുന്നു. അറിവിലെത്തുമ്പോൾ നാം അറിവായി മാറണം. അതാണ് വേണ്ടത്. അതില്ലാതാകുമ്പോൾ വ്യക്തി അറിവ് തന്നിൽ നിന്ന് അന്യമായി പുറത്തുള്ള മറ്റെന്തോ ആണ് എന്ന് ധരിക്കുന്നു. അങ്ങനെയുള്ളവരാണ് തന്നിൽ നിന്ന് അന്യമായ സത്യത്തെ, ഈശ്വരീയതയെ തേടി അലയുന്നത്. ഈ അലയുന്നവരെയാണ് പരവശൻ എന്ന് വിളിക്കുന്നത്. പരവശന് സത്യത്തെക്കുറിച്ച് അറിയാം. അയാൾ സത്യമായി പരിണമിക്കുന്നില്ല. അറിയുമ്പോഴും അറിവിന് പുറത്തു നിൽക്കുകയാണ് സാധകരിൽ പലരും. ഗുരു പറയുന്നത് പരവശതയിൽ നിന്ന് പാണ്ഡിത്യത്തിലേക്ക് എത്തണം എന്നാണ്. പണ്ഡിതൻ എന്നാൽ നാം കാണുന്ന അർത്ഥത്തിൽ ഒരുപാട് പുസ്തകജ്ഞാനം നേടിയ വ്യക്തിയല്ല. പണ്ഡ എന്നാൽ ആത്മജ്ഞാനം എന്നാണ് അർത്ഥം. പണ്ഡിതനാകട്ടെ ആത്മജ്ഞാനം എന്ന അനുഭവപൂർണൻ. പണ്ഡിതന് പരവശന്റെ ആന്തരികാനുഭവമല്ല ഉള്ളത്. പണ്ഡിതന്റെ ആന്തരികാനുഭവം പരമരഹസ്യമായ ആത്മാനുഭവം തന്നെയാണ്. ആ ആത്മാനുഭവമാണ് നമ്മിൽ ഉദയം കൊള്ളേണ്ടത്. നാം ആകട്ടെ അതിവിദൂരതയിൽ നിന്നുകൊണ്ട് ആത്മസത്ത അഥവാ അറിവെന്ന പരിപൂർണത മറ്റെങ്ങോ ആണെന്ന് തെറ്റായി ധരിക്കുന്നു. അപ്പോൾ അറിയേണ്ടത് അറിയാതെ കരഗതമായ ജീവിതം പാഴാകുന്നു. അതിന് ഇടവരരുത് എന്നാണ് ഗുരുകാരുണ്യം ഉപദേശിക്കുന്നത്.